പൊന്നെ ദൈവമേ, ഈ അപ്പൂപ്പനത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. ഇനി നോക്കാൻ ഒരു സ്ഥലം എനിക്ക് ബാക്കിയില്ല. എന്റെ അപ്പൂപ്പനെ കണ്ടോ? എന്റെ അപ്പൂപ്പനെ കണ്ടോ? എന്റെ അപ്പൂപ്പനെ കണ്ടോ? ഹലോ ഹലോ മാമാട്ടിക്കുട്ടിയമ്മ, എന്താണ്? അയ്യോ, ഞാൻ മാമാട്ടിക്കുട്ടിയമ്മയല്ല, ആമാടെ ഓമന. ഓമന ചേച്ചി, എന്താണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കണത് ഇവിടെ? എന്റെ അരുമയ്ക്കരുമ എന്റെ അപ്പൂപ്പനെ കാണുന്നില്ല കേട്ടോ. അത് വയസ്സായ ആൾക്കാരല്ലേ, പുറത്തു പോയി കാണും, വരും, വിഷമിക്കണ്ട. അതെന്താന്നറിയോ, അപ്പൂപ്പനെ ചെറുതായിട്ടൊരു സർജറി കഴിഞ്ഞായിരുന്നു. എന്ത് സർജറി? ഓ, അത് ചെറുതായിട്ടൊരു കിഡ്നി ഒന്ന് മാറ്റി വെച്ചു. അയ്യോ, കിഡ്നി മാറ്റി വെച്ചോ? അതെന്താ പറ്റിയത്? എന്റെ അപ്പൂപ്പനെ ഏട്ടാ ഫയർഫോഴ്സിലായിരുന്നു ജോലി. 24 മണിക്കൂറും പുള്ളി വെള്ളത്തിൽ തന്നെയായിരുന്നു. മറ്റുദ്യോഗസ്ഥന്മാർ ഇങ്ങനെ വെള്ളം അടിക്കുമ്പോ പുള്ളി ഇങ്ങനെ 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 കിടന്ന് വെള്ളം അടിക്കും. എന്തോ ചെയ്യാറാന്ന് പറ. അതിനിപ്പോ എന്തോ ഉണ്ടായെന്നറിയോ? ഫുട്ബോൾ മാതിരി ഇരുന്ന കിഡ്നി ഇപ്പൊ പറങ്ങാണ്ടി പോലെ ആയിപ്പോയി. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ഒന്ന് കാണുവാണെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടോ. പറഞ്ഞൂടാ. അയ്യോ, ഇതാരും മീനാക്ഷി മോളോ? സുഖം തന്നെയാണോ? ചേച്ചിക്ക് സുഖാണോ? ഓ, സുഖമായിട്ടിരിക്കണ കുഞ്ഞെ. അപ്പൂപ്പൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് തപ്പി നോക്ക്. അല്ലെ ഫോണല്ലേ ഇരിക്കുന്ന, വിളിച്ചു നോക്ക്. അയ്യോ, അത് മോള് പറഞ്ഞത് വലിയൊരു കാര്യം കേട്ടോ. ഹലോ, സിത്താര ലേഡീസ് ഹോസ്റ്റൽ അല്ലേ? ഞാൻ ആമാടെ ഓമന. എന്റെ അപ്പക്കുട്ടൻ അങ്ങോട്ടെങ്ങാണ് വന്നായിരുന്നു. എന്റെ മുത്തച്ഛൻ വന്നില്ലേ? ഓ ശരി. അവിടെ എങ്ങും ചെന്നിട്ടില്ല മോളെ. ഒരു സ്ഥലവും കൂടിയുണ്ട്. ഹലോ, അക്കരെ കടവില് സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്ന ചേച്ചിയാണോ? എന്റെ അപ്പൂപ്പനെങ്ങാണ് അവിടെ കണ്ടോ കുളിക്കടവില്? അവിടെ ആ പുല്ലൊന്ന് മാറ്റി ഒന്ന് നോക്കി ചേച്ചി, അതിന്റെ ഇടയിലെങ്ങാനും കാണും. ഇല്ലേ, ആ പുഴയിലോട്ട് നോക്കിയിട്ട് ഒരു മുതലേടെ ഫിഗറും ചെയ്തോണ്ട് ആരെങ്കിലും കിടപ്പുന്നുണ്ടോ നോക്കിയേ. ഇല്ലേ? ആ, എന്നാ ചേച്ചിമാര് സേഫാ വെച്ചോ. ഞാനിപ്പോ സേഫ് അല്ലാത്ത. എന്ത് ചെയ്യും ദൈവമേ? ഇനി എന്റെ അപ്പൂപ്പനെ ഞാൻ ഇത് എവിടെ പോയി നോക്കാം? എന്റെ ഫ്ലൈറ്റ് ഒന്ന് മിസ്സാവും. എന്റെ പൊന്ന് ദൈവമേ, എന്റെ അപ്പൂപ്പനെ എനിക്ക് ജീവനോടെ തിരിച്ചു തന്ന 1008 പളനിപ്പടി ചവിട്ടി നാക്കേല് ശൂലം കുത്തി കയറ്റി കാവടി എടുപ്പിച്ചേക്കാവേ എന്റെ ദൈവമേ. ആ ആഗ്രഹം നിന്റെ മനസ്സിരിക്കത്തോളേ. എന്ത് പ്രശ്നം? എവിടെ പോയതാ? ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ഭാരതപ്പുഴയിൽ പോയി നിന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച്. നിർത്ത്. കുളിസീൻ കാണാൻ പോയി അതങ്ങ് പറഞ്ഞാ മതി. എന്റെ അച്ഛനെ ഇതിലോട്ട് വലിച്ചെടച്ചിടണ്ട. ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച അപ്പവും മുട്ടക്കറിയും എന്തേ? എടി, നമ്മുടെ ആ ഗിരിജയുടെ മോള് 7ാം മാസത്തിൽ നിൽക്കുകയാണ്. അവള് ഇന്നോ നാളെയോ എന്ന് പ്രസവിക്കുക. അവളെ കൊച്ചിച്ചിരി ആരോഗ്യമുള്ളതാവട്ടെ, അവൾക്ക് എടുത്ത് കൊടുത്തു. ഞാൻ 250 രൂപ കൊടുത്ത് ഹോർലിക്സ് അതിനകത്ത് മാറ്റി വെച്ചിരുന്നു. അതെന്തേ? നമ്മുടെ ആ സുഷമ്മയുടെ മോള് 8ാം മാസത്തിൽ നിൽക്കുകയാണ്. അവളും നല്ല രീതിയിൽ പ്രസവിക്കണം എന്ന് വിചാരിച്ചാൽ അവക്കെടുത്ത് ഞാൻ അങ്ങ് കൊടുത്ത്. ഞാൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ബദാമും എവിടെ? നമ്മുടെ ഭവാനിയുടെ മോള് 9ാം മാസത്തിൽ നിൽക്കുകയാണ്. അവക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? നല്ല കൊച്ചു വേണ്ടേ? അവക്കെടുത്ത് ഞാൻ അങ്ങ് കൊടുത്ത്. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നോട് ചോദിക്കൂ. നിങ്ങൾ എന്റെ അപ്പൂപ്പനാണോ അതേ ഗൈനക്കോളജിസ്റ്റ് ആണോ? ഒരുമാതിരി പറയരുത്. അപ്പൂപ്പ അലമ്പൊന്നും ഉണ്ടാക്കുന്നില്ല മോളെ. അലമ്പൊന്നും ഉണ്ടാക്കുന്നില്ലല്ലേ? നിങ്ങൾക്ക് മീനാക്ഷിനെ അറിയോ? ഏത് മീനാക്ഷി? ആ ഫ്ലവേഴ്സ് ചാനലിൽ ഇത് ഐറ്റം വേറെ പറയുന്ന ഒരു പ്രോഗ്രാമിനെ കണ്ടിട്ടുണ്ടോ? അതിലെ ആങ്കർ മീനാക്ഷി അറിയോ? ആ, എന്നാ അവൾ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത്? ഇനി അവളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നു. ഓഹോ, അനിയത്തിക്കുട്ടി അങ്ങനെ പറഞ്ഞു. അനിയത്തിക്കുട്ടിയാ? അവളെ കേസ് കൊടുക്കടി, ഇടി കൊണ്ട് ഞാൻ ചുരുണ്ടു. അതുകൊണ്ട് പറഞ്ഞാണ്, ചുമ്മാ വിളിച്ചാണ്. അകത്ത് ഞാൻ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയെടുത്ത് തിന്ന്. ഓ, അപ്പൊ സരസ്വതിക്ക് കൊടുക്കാനുള്ളതായി. അവൾ ആട്ടിട്ട് പോയ ആട്ട് കേട്ടോ. എന്റെ ആത്മാവ് താണ്ട് എന്റെ മുന്നിൽ നിന്ന് കൊഞ്ഞനം കുത്തുന്നു. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണീരിൽ കാവലിൻ നൂലിഴ. ആരാ? മകനാ. വർക്കല സുശീല, കൊട്ടാരക്കര രമണി, കാസർഗോഡ് സരള. ഒരിക്കലുമല്ല. Then I am quit. ആരാ ഇവരൊക്കെ? സ്റ്റുഡൻസാ. ആരുടെയൊക്കെയോ? അല്ല, എനിക്ക് മനസ്സിലായില്ല ആരാണ്. എന്റെ അച്ഛൻ ഈ വയറ്റിനകത്തോട്ട് പറയുന്നടാ. അയ്യോ, ആരെങ്കിലും കേട്ടോ?
എന്താണ് നീ പറയുന്നത്? എന്റെ അച്ഛന്റെ തുടുപ്പ് നിങ്ങളിലുണ്ട്. എന്റെ അമ്മേ, എനിക്ക് ആ പാടെ 2 ജോഡി ഡ്രസ്സുള്ളൂ. പിന്നെ എങ്ങനെ ഇവന്റെ അച്ഛന്റെ ഉടുപ്പ് എന്റെ കയ്യിൽ വരണത്? ഉടുപ്പല്ല, തുടുപ്പ്. എന്നുവെച്ചാ എനിക്ക് മനസ്സിലായില്ല. എന്റെ അച്ഛന്റെ കിഡ്നിയാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. ആ വലിയ മനുഷ്യന്റെ മകനായിരുന്നു ഉണ്ണി. നീ ഉണ്ണിയല്ല, പിന്നെ കിട്ടുണ്ണി. അപ്പൊ ഉണ്ണി കളഞ്ഞേക്ക് പോട്ട്. വേണ്ട. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എന്റെ അല്ല, അച്ഛന്റെ. അച്ഛന്റെ. ഓ, അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതാ. ഒന്ന് ചന്ദനം ഇടണമായിരുന്നു. പാവപ്പെട്ട കുഞ്ഞിന്റെ ഒരു ആഗ്രഹമല്ലേ സഹായിച്ചു കൊടുത്ത ഇന്ന് ഇട്ടോ. അവിടെയല്ല, ഇവിടെ എന്റെ അച്ഛൻ ഇരിക്കും. അച്ഛാ, സുഖം തന്നെ. ഇല്ല ഇല്ല, മരിച്ചിട്ടില്ല, ജീവിക്കുന്നു നിങ്ങളിലൂടെ. എനിക്ക് കണ്ടന്റ് മനസ്സിലായി വരുന്നുള്ളൂ. എന്നാലും സാരമില്ല, ഒരു അച്ഛനും മകനോടുള്ള സ്നേഹം. മോനെ, നിന്റെ അച്ഛൻ സീർട്ട് വലിക്കുവാന്നോടാ? അയ്യോ, എന്റെ അച്ഛൻ സീർട്ട് വലിക്കില്ല, ബീഡി മാത്രമേ വലിക്കൂ. വെറുതെ അല്ല, ഞാനിപ്പോ സ്ഥിരം ബീഡി വലിക്കുന്നുണ്ടെന്നേ. ഉറപ്പിച്ച് എന്റെ അച്ഛൻ തന്നെ. നിന്റെ അച്ഛൻ ബിവറേജ് ഇപ്പൊ സ്ഥിരം പോകാറുണ്ട്. താണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. എന്റെ അച്ഛൻ മദ്യപിക്കൂല. നിങ്ങൾ ബിവറേജ് നിർത്തി എന്റെ അച്ഛന്റെ മണ്ടേ കൊണ്ടുവരണതാണ്. അപ്പൊ അതങ്ങ് പൊളിഞ്ഞു കിട്ടി. എനിക്ക് ഒരു സെൽഫി എടുക്കണം എന്റെ അച്ഛൻ്റെ കൂടെ. ഫോട്ടോ എടുക്കുമ്പോ നിങ്ങൾ എവിടെ പോണത്? എന്റെ അച്ഛൻ ഇവിടെ ഇരിക്കുകയല്ലേ. ഇവിടത്തെ സെൽഫി അല്ലേ എനിക്ക് എടുക്കാം. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു. ദൈവത്തെ ഓർത്ത് നീ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യരുത്. എന്ത് ക്യാപ്ഷൻ ഇടുമെന്നാണ് ഞാൻ ആലോചിക്കണം. ദൈവമേ, ഗൂഗിളിൽ കയറിയ അപ്പുകുട്ടൻ ഹോട്ടൽ അടിച്ചാൽ എനിക്ക് വയ്യ എന്റെ വയറ് കാണാൻ. കണ്ടില്ലേ? അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ, കേക്ക് ഒന്നും മുറിക്കുന്നില്ലേ? കേക്ക് മുറിച്ചില്ല, പക്ഷെ അച്ഛനും ഞാനും ഭയങ്കര കമ്പനിയായി. ആണോ? അപ്പൊ ഞാൻ ചെറിയ സാധനം എടുത്തു. എന്താ? കുപ്പി. കൂടുന്നെങ്കിൽ കൂടാം. അയ്യോ, ഞാൻ കൂടില്ല, കാരണം ഓപ്പറേഷൻ അല്ല, അച്ഛൻ കഴിക്കണം. ഞാനും അച്ഛനും ഭയങ്കര കമ്പനിയായിരുന്നേ. ആണോ? കണ്ടു കഴിഞ്ഞ വിഷയം കേട്ടോ. അച്ഛൻ കണ്ടാ കാണാറില്ലേ? കഴിക്കുന്നില്ലല്ലോ. ഞാൻ കഴിക്കുന്നില്ല. അച്ഛനും ഞാനും അത്ര കമ്പനിയായിരുന്നു. ആണല്ലേ? ആ, ചിലപ്പോ അതായിരിക്കും. ആണ്ടേ. ഓക്കെ, ആ, സെറ്റ്. ആ. എന്താടാ കരയുന്നത്? എനിക്ക് അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. എന്തോ സംസാരിക്കാൻ? ഇവിടെ ഇരിക്കൂ. എന്തു പോനെ? നിങ്ങളുടെ അടുത്തല്ല, പിന്നെ എന്റെ അച്ഛൻ്റെ അടുത്ത്. എനിക്ക് അറിയാൻ മേത്തോണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അവിടുത്തെ 5 സെന്റ് പെരേട നിങ്ങൾ ആർക്കാണ് കൊടുത്തത്? അത് ആർക്ക് കൊടുത്തെന്നാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. എനിക്ക് നിങ്ങൾ വല്ലതും തന്നിട്ടുണ്ടാ? മിണ്ടരുത്. ഇത് അച്ഛനും മക്കളും തമ്മിലുള്ള വിഷയമാണ്. നിങ്ങൾ ഇടപെടരുത്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിണ്ടാറുണ്ടോ? ഒട്ടടക്കുന്ന ഭാഗത്ത് നിങ്ങൾ എന്തിനെടുത്ത് കറങ്ങി? എടാ, അത് നിന്റെ അച്ഛനോട് മിണ്ടരുത്. അച്ഛനടുത്ത് ചോദിക്കണം, നിങ്ങൾ എന്തിന് മറുപടി തരണം? അച്ഛാ, ഇനിയെങ്കിലും എനിക്ക് പൊത്തിന്റെ കാര്യത്തിൽ തീരുമാനം അച്ഛൻ കണ്ടെത്തി തരണം. ഒരൊപ്പ്, ഒരു കുഞ്ഞൊപ്പിട്ടിരുന്നെങ്കിൽ ഇത്ര വിഷയം ഉണ്ടായിരുന്നു. അച്ഛൻ തരൂലെന്ന്. അച്ഛൻ തരൂലെന്ന് പറഞ്ഞു. അച്ഛൻ തരൂല്ലേ? ഇല്ല. അതും തരുവല്ല. അത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ തരൂല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അച്ഛന് അവകാശപ്പെട്ട സംഭവം എനിക്കൊന്നും തന്നിട്ടില്ല. ഇല്ല. അപ്പൊ എന്റെ അച്ഛനെ സ്ഥാനത്ത് ഞാൻ നിങ്ങളാണ് കാണുന്നത്. ഓ, സന്തോഷം. അപ്പൊ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനം അറിയണം. മനസ്സിലായില്ല. ഈ സ്വത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയണം. എനിക്ക് പെരാട നിങ്ങൾ എഴുതി തരണം. എന്റെ പൊന്നാ സ്വത്താ. പിന്നെ സ്വത്തൊന്നും തരാൻ പറ്റൂല. അപ്പൊ എനിക്ക് സ്വത്ത് തരൂല. നിനക്ക് ഞാനും തരാ സ്വത്ത്. എനിക്ക് ജീവനുണ്ടോ എന്റെ സ്വത്തൊന്നും നിനക്ക് ഞാൻ തരൂല. അങ്ങനെയാണെങ്കിൽ എടു. എന്ത്? എന്റെ അച്ഛന്റെ കിഡ്നി എടു. എനിക്ക് പോണം, പെട്ടെന്ന്. എടാ, അത് കിഡ്നി ഒന്നും അങ്ങനെ തരാൻ പറ്റൂല. തരാൻ പറ്റുന്നത് എന്റെ അച്ഛന്റെ കിഡ്നി മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ എന്ത് വേല കാണിക്കുന്നത്? എനിക്ക് സത്യമില്ലെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ മുട്ടായി പറഞ്ഞു മുട്ടായി എടുക്കുന്ന പോലെയുള്ള അങ്ങനെ തരാൻ പറ്റും. ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുക, അത് തരാൻ പറ്റൂല. ഓപ്പറേഷൻ ചെയ്താൽ മതി. ആ. വേറെ വിഷയമൊന്നുമില്ല. അതിനുള്ള സാധനം എന്റെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നിസ്സാര കേസ്. നമ്മൾ ചുമ്മാ വെറുതെ പണിക്ക് പോണം. അയ്യോ, ഭ്രാന്താണ്. അയ്യോ, ചുമ്മാ ഇടാ. ഇതിന്റെ ഇടയിൽ ഞാൻ അടിച്ചിളക്കിക്കോളാം. ചുമ്മാ ഇടാ. ഞാൻ എടുത്ത് അത് പറ്റില്ല മോളെ. പിന്നെ എനിക്ക് മോളെ. യവന്റെ കൊല്ലുപടി. ഇത് വാടി. ആരാടാ നീ? എന്താണ്? എന്റെ അച്ഛന്റെ കിഡ്നിയാണ് ഈ പുള്ളിക്ക് വെച്ചിരിക്കണത്. അതുകൊണ്ട് എനിക്ക് അച്ഛന്റെ കിഡ്നി തിരിച്ചു തരണം. നീ എന്ത് മര്യാദ കേടാടാ ഈ കാണിക്കണത്? നിന്റെ അച്ഛൻ ഈ എന്റെ അപ്പൂപ്പന് കിഡ്നി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തിരിക്കുന്നത്? അത് നീ മനസ്സിലാക്കാത്ത എന്താ? അത് കൊടുത്തത് കൊണ്ടല്ലേ പാവം എന്റെ അപ്പൂപ്പൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് പോലും. എത്ര എത്ര ആളുകളാണ് ഈ അവയവദാനങ്ങൾ ചെയ്യുന്നത്? എന്തോരം മനുഷ്യരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്? ഇതൊന്നും നിനക്ക് ബോധ്യല്ലേടാ? ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇതിനെ അവയവദാനം മഹാദാനം എന്ന് പറയുന്നത്. 5 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്ന് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമുള്ള കുഞ്ഞു മടങ്ങുകയാണ്. ആലിന്റെ മാതാപിതാക്കളോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ടെന്ന് കരൾ സ്വീകരിക്കുന്ന ഡ്രിയയുടെ പിതാവ് ബൈജുകുമാർ 24നോട്